വളരെ നീതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. 3.5 വർഷം മുമ്പായിരുന്നു. നമ്മൾ പരിഹരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല, മോള് വിഷമിക്കണ്ട. അതിനുശേഷമാണ് ഈ തെറ്റ് ചെയ്തവരെല്ലാം ഇരുട്ടത്ത് നിൽക്കട്ടെ എന്നുള്ളതാണോ താങ്കളുടെ ഒരു നിലപാട്? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അയാൾ കാരണം പീഡനങ്ങൾ, ഞാൻ പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു, അത്രയേ ഉള്ളൂ. അയാൾ കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം, ഫ്രണ്ട്സിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാം. അതെ അതെ, ഒരാളെങ്കിലും, ഞാൻ ആ ഫേസ് ചെയ്ത സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ ഒരാളെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്ന് ടേക്കപ്പ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒന്ന്. അല്ല, അതിനകത്ത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോ തന്നെ അത് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അത് എടുത്തുപോലുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരാളെങ്കിലും അത് പറയണ്ടേ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. പറയുന്നില്ല. വലിയ ഗൗരവമാണ്. കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു, ഞാനിത് പറയും, ഞാനിത് പറഞ്ഞു കൊടുക്കും, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയ് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ടാണ് പറയുന്നത് പൊതുസമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിക്കുന്നു, അത് ഏറ്റവും വലിയ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ താങ്കൾ തന്നെ പറയുമ്പോൾ പേര് എക്സ്പോസ് ചെയ്യാത്തത് അത് അദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരു ഊർജ്ജം പകരല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതൊരു ചെറിയ കാര്യം, എൻ്റെ അനുഭവം ഞാനത് വ്യക്തമാക്കി, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അതെന്താണ് ആരാണെന്നുള്ളതും നമുക്കറിയാം. പക്ഷെ അത് കൂടുതൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള സ്ത്രീകളും. പ്രസ്ഥാനമാണെന്നെങ്കിലും പറയാമല്ലോ. ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ആ പ്രസ്ഥാനത്തോടുള്ള വലിയ അടുപ്പവും സ്നേഹവും കൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകരുത്. ധാർമ്മികത വേണം, കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ ധാർമ്മികത വേണം. എന്നോട് ഒരാൾ പറഞ്ഞു ധാർമ്മികത കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞു. അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ധാർമ്മികതയോട് അല്ല, അത് അവര് എടുക്കണമല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട്, ഇതിനകത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട്. അതെ, പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അതിനകത്തു പോലും, അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും, അതായത് റീൽസും ഇതൊക്കെ നോക്കിക്കൊണ്ട്. അങ്ങനെ ഞാൻ പറയുന്നില്ല, ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ. അതിനുശേഷം ആ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ ആരെങ്കിലും ബന്ധപ്പെടുകയോ വിവരങ്ങൾ തേടുകയോ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ബന്ധപ്പെട്ട് അതിന് പേര് പറയണ്ട, പാർട്ടിയും പറയണ്ട, അതിനെക്കുറിച്ച് ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പ്രതിപക്ഷ നേതാവ് പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട് എന്നാണോ പറഞ്ഞത്? ഞാൻ പലരുടെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ഞങ്ങൾ അത്രയും സ്നേഹമുണ്ട്. അപ്പൊ എന്തായാലും കാണും. അത് ഈ വിഷയം അല്ലെങ്കിലും ആണെങ്കിലും പേര് പറയുന്നതിനപ്പുറം ഈ സംഘടന നേതാക്കളെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അവരെയൊക്കെ കാണുമ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ സംഘടനയിൽ ആഭ്യന്തരമായിട്ട് പരാതി കൊടുക്കാം, പുറത്തു പറയുന്നില്ലെങ്കിൽ അതൊക്കെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഞാൻ വേണ്ടിയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുകയും പിന്നീടും
പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് ആ വിഷയം, സ്ത്രീകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. എല്ലായിടത്തും സ്ത്രീകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇതുണ്ടായപ്പോൾ ബ്ലോക്ക് ചെയ്തു, അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു ആളുടെ ഭാഗത്തുള്ള ഒരു ഇത്? ഞാൻ ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ ഫയർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പിന്നീട് അത് ഞാൻ ഉപദേശിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. എൻ്റെ വിഷയം അതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിഷയം. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ വ്യക്തിയോട് ഒരു പ്രശ്നമില്ല. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.